എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ഐഡിയ സ്റ്റാർട്ട് സിംഗറിലെ പണ്ടത്തെ വിന്നറോ മറ്റോ ആയിരുന്നു മാളവിക അനിൽകുമാർ എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ നിപ്പിൾ പ്രോബ്ലംസുമായിട്ട് സംബന്ധിക്കുന്ന കാര്യം. ഏതൊക്കെയോ അപമര്യാദ രാമന്മാർ വന്നിട്ട് ഇവരെ ചൊടിപ്പിക്കുന്ന രീതിയിൽ കമന്റുകൾ ഇട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കമന്റിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരത്തിയുടെ നിപ്പിൾസ് തെളിഞ്ഞ് കാണുന്നുണ്ട്, അപ്പോൾ നിനക്കൊരു ബ്രായ് എങ്കിലും മേടിച്ച് ഇട്ടിട്ട് നടന്നൂടേടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് കമന്റുകൾ. അപ്പോൾ ഈ കമന്റുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്ത്രീ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവരിങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ട് ഈ പറയുന്ന നിപ്പിൾസ് കാണിച്ചു കൊടുത്തിട്ട്, ഇതാണ് നിപ്പിൾസ്, ഇതല്ലേ നീ പറഞ്ഞ നിപ്പിൾസ്, അതാ ഇതാണ് നീ പറഞ്ഞ ബ്രായും ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വള്ളിയിലൊക്കെ തൊട്ട് കാണിക്കുന്നു, ബ്രായുടെ വള്ളിയിൽ. എന്നിട്ട് പറയുന്നുണ്ട് ഇതല്ലേ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു സ്ത്രീയോട് ഭയങ്കരമായിട്ടുള്ള പുച്ഛമാണ് തോന്നിയത്. എനിക്ക് ഈ സ്ത്രീയെ നേരത്തെ അറിയില്ല. ഇവർ ഭയങ്കര പാട്ടുകാരിയാണെന്നൊക്കെ പറയുന്നു. പണ്ടും കണ്ട ഈ പറയുന്ന ഐഡിയ സ്റ്റാർട്ട് സിംഗറിന്റെ വിന്നർ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇവര് ചെയ്ത ഈ ഒരു പ്രവൃത്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഒരു സംഭവത്തിൽ ഒരുപാട് ആളുകൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നതായിട്ട് കണ്ടു. ശരിക്കും അത് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ കാണിച്ച പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം പക്വതയില്ലാത്ത മനസ്സിന് ഉടമകളാണോ ഈ സപ്പോർട്ട് ചെയ്യുന്നവരെന്നാണ് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ. ഒരാൾ ഇങ്ങനെ പറഞ്ഞ ഉടനെ അതങ്ങ് കാണിച്ചു കൊടുക്കുക. എന്താണ് ഇവർ ഈ കാണിച്ചു കൂട്ടിയതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നേരെ മറിച്ച് ഇവർ പറയുന്നു ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ല. അത് മിക്ക ആളുകളും, ഇന്നത്തെ കാലത്തുള്ള മിക്ക ആളുകളും പറയുന്നതെന്ന് വെച്ചാൽ, ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമില്ല, ആണിനെന്ത് പെണ്ണിനെന്ത്, ആണും പെണ്ണും തുല്യരല്ലേ എന്നൊക്കെ പറയുന്നു. അങ്ങനെ എത്രത്തോളം തുല്യരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഒരു വ്യത്യാസം, അത് വ്യത്യാസമായി തന്നെ നിലനിൽക്കും. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് നടു റോഡിൽ വെച്ചിട്ട് ഒന്നിന് പോകാൻ തോന്നിയെന്ന് വെച്ചോ, ഒരു ലേഡിക്ക് ഒരു കാരണവശാലും റോഡിൽ നിന്നിട്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷെ ഒരു പുരുഷന് അവന് ഒരു നിഴലിന്റെ മറ പോലും വേണ്ട, എവിടെയെങ്കിലും ചെന്ന് തിരിഞ്ഞങ്ങ് നിന്നോളും. അപ്പൊ അത്രയും വ്യത്യാസമുണ്ട് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ. അത് എത്ര വ്യത്യാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വ്യത്യാസം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തി പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പുരുഷന്മാർ ഇനി മുതൽ, അതായത് ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സാധനമുണ്ട്, നിപ്പിൾസിൽ ഒട്ടിക്കുന്ന സാധനമുണ്ട്, അത് ഒട്ടിച്ചതിന് ശേഷം മാത്രം ഷർട്ട് ഇടണം എന്നാണ് ഈ പുള്ളിക്കാരത്തിയുടെ പുതിയൊരു കണ്ടുപിടുത്തം. എന്താ ഇത്രയും മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഒരു ലേഡിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു പുരുഷന്റെ നിപ്പിൾസ് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലേഡിക്ക് എന്തെങ്കിലും തോന്നുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരു പക്ഷേ ഇവർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുമായിരിക്കും. എന്തായാലും നമ്മൾക്കാർക്കും അങ്ങനെ ഒരു പുരുഷന്റെ ശരീരത്തിലുള്ള ഈ ഒരു സംഭവം കണ്ടു എന്ന് കരുതിയിട്ട് ഒരു തരത്തിലുള്ള ഒന്നും തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ തോന്നുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവരങ്ങനെ പറയുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? പുരുഷന്റെ ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം, നിപ്പിൾസ് മറച്ച് വെക്കണം എന്ന് പറയുന്നത്. അവർക്കതൊന്നും മറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഷർട്ട് ഇട്ടാൽ മതിയാവും. ഇനി ഷർട്ട് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു ഷർട്ടിന്റെ അടിയിലിടുന്ന ബനിയനുണ്ട്, അതിട്ട് കഴിഞ്ഞാലും അവർക്ക് സൂപ്പർ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇനി അവർ ഷർട്ട് ഇട്ടാലും ഷർട്ടിന്റെ മണ്ടയിൽ കൂടെ ഒരു പുരുഷന്റെയും നിപ്പിൾസ് പുറത്ത് വരത്തില്ല. അപ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ, പുരുഷന്റേത് കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നും, അപ്പോൾ പിന്നെ അങ്ങനെ മറയ്ക്കണം എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അവരുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമായിരിക്കും കേട്ടോ, അവർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു സ്ത്രീയെ ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മീശ പുങ്കവന്മാരെ കണ്ടു, അതുപോലെ തന്നെ ഒരുപാട് ലേഡികളെ കണ്ടു. അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്, ഇവർ ഈ പറയുന്ന ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന പുരുഷന്മാരുടെ വീട്ടിലുള്ള അവരുടെ ഭാര്യമാര്, അമ്മമാരെ വിട്ടേക്കാം നമുക്ക്, ഭാര്യമാരോ സഹോദരിമാരോ ഇതുപോലെ ഒരു പ്രവൃത്തി സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നു, നിപ്പിൾസ് കാണിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇവന്മാര് ഇതുപോലെ സപ്പോർട്ട് കൊടുക്കും അവർക്ക്? നന്നായിട്ടുണ്ട് പെങ്ങളെ, നന്നായിട്ടുണ്ട് ഡിയർ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ മറുപടി കൊടുക്കണം, നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാര് അവൾമാർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അന്തസ്സുള്ള ഒരുത്തന്മാരും അത്തരത്തിൽ ആരെയും സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ലൊരു ചെയ്യലുണ്ട്. പിന്നെ പോരെങ്കിൽ ഇവരെ പോലുള്ള ഒത്തിരി ഫോളോവേഴ്സൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ കിട്ടുന്ന വ്യൂ തന്നെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ ആ ഒരു പ്രവൃത്തി മാനസികമായിട്ട് അത്രത്തോളം അംഗീകരിച്ചത് കൊണ്ടൊന്നും ആയിരിക്കില്ല പലരും ഈ ഒരു പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളൊരു 100 കമന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ 50 കമന്റ് പോലും നല്ല കമന്റ് ആയിരിക്കത്തില്ല. പകുതിയിൽ കൂടുതലും ഒരുപക്ഷെ മോശം കമന്റുകളായിരിക്കും വരാനുള്ളത്. അത് ആരുടെ കമന്റ് ബോക്സിൽ പോയി നോക്കി കഴിഞ്ഞാലും എല്ലാം നല്ല കമന്റ് ആയിരിക്കില്ല വരുന്നത്. തെറി കമന്റുകൾ ഉണ്ടാവും, നിങ്ങളുടെ വീഡിയോ കൊള്ളില്ല എന്ന് പറഞ്ഞ് വരുന്ന കമന്റുകൾ ഉണ്ടാവും, പച്ച അപരാധം പറയുന്ന കമന്റുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കമന്റിൽ എന്താണോ പറയുന്നത് അത് വന്ന് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, സെക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ചേച്ചിമാരും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ ഒരു സംഭവത്തിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് കണ്ടു, നന്നായി, അങ്ങനെ കൊടുത്ത മറുപടി സൂപ്പറായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണം പെൺകുട്ടികളായ, അവനത് ആവശ്യമായിരുന്നു,
വരുന്നു, ആരാണ് കമന്റ് ഇട്ടതെങ്കിലും അവന്റെ അണ്ണാക്കിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത ഒരുപാട് ആളുകളെ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇവരുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിപ്പിൾസിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വന്ന് കാണിച്ചു കൊടുക്കുമോ? അങ്ങനെ കാണിച്ചു കൊടുക്കാൻ ധൈര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് ഞാൻ 100% യോജിക്കുന്നു. അതേസമയം അത് സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, ആ കമന്റ് ഇട്ട ആള് ഏത് തന്തയില്ലാത്തവനാണെങ്കിൽ പോലും ആ ഒരു തന്തയില്ലാത്തവൻ ഈ ഒരു സ്ത്രീയുടെ ഡൗൺ ഏരിയയെ കുറിച്ചിട്ട് കമന്റ് ഇടാഞ്ഞത് ഏറ്റവും നല്ല കാര്യമായി. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മൾ അതും കൂടി കാണേണ്ടി വന്നേനെ. എന്തായാലും ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.